യാത്രാ വിവരണം ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ടാക്കുന്നുണ്ട്. പാലക്കാട് സുഹൃത്തിന്റെ സഹായമുള്ളതിനാൽ പാലക്കാട്ടേക്കാവാം ഇത്തവണത്തെ യാത്രയെന്ന് തീരുമാനിച്ചു. കുതിരാൻ കടന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാലക്കാട്ടേക്ക്. ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ച കന്നുകാലി ചന്ത കണ്ടു. ചെറുപ്പം മുതൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ വെറുതെ ഒന്ന് സന്ദർശിച്ചു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ചിറ്റലഞ്ചേരിക്കും ആലത്തൂരിനും ഇടയിലെ പയ്യക്കുണ്ട് എന്ന ചെറിയ ഗ്രാമം. ഈ ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ട്. ദാണ്ടേ ആ കാണുന്നതാണ് വീഴുമല. വീഴുമലയുടെ വിശേഷങ്ങൾ അറിയാം. നമ്മൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് കയറ്റമുണ്ട് കേട്ടോ. ഏകദേശം 400 അടി ഉയരമുണ്ട് ഈ മലയിലേക്ക്. ഫോറസ്റ്റിന്റെ പരിധിയിലുള്ള പ്രദേശമാണ് ഈ വീഴുമല എന്ന് പറയുന്ന മല. നമുക്ക് അങ്ങോട്ട് പോകാം. ആ മലയിലേക്കുള്ള മധ്യേ ഒരാശ്രമം കാണുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരു സ്ഥാപിച്ച ആശ്രമമാണിത്. ഏകദേശം 75 പരം വർഷത്തെ പഴക്കമുണ്ട് ഈ ആശ്രമത്തിന്. ഇവിടുത്തെ ഇപ്പോഴത്തെ ആശ്രമവാസിയും ആധ്യാത്മിക ഗുരുവുമായ സ്വാമിയോട് അല്പനേരം സംസാരിച്ചു. അദ്ദേഹം ഏകാന്തവാസിയായി ഇവിടെ താമസിക്കുന്നു. ഇവിടെ നിന്നും അദ്ദേഹം വഴി പറഞ്ഞു തന്നു. ഞങ്ങൾ അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് അവിടെ നിന്നും വീണ്ടും നടക്കുവാൻ ആരംഭിച്ചു. ഏകദേശം നമ്മൾ മലയുടെ മുൾഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് ഒരു കുത്തിനുള്ള മലയാണ്. അതായത് ഏകദേശം എൻഡിങ് പോയിൻ്റായിട്ട് വരും. അവിടെ 2 ചാട്ടക്കല്ലുണ്ട്. ഇടയ്ക്ക് കുറച്ചുപേർ ബൈക്കിലെത്തുകയും നടന്ന് മല കയറുന്നിടം തൊട്ട് ഒപ്പം യാത്ര ആരംഭിക്കുകയും ചെയ്തു. ദുർഘടമായ വഴിയാണ്. അധികമാരും എപ്പോഴും സഞ്ചരിക്കാത്തൊരിടം. നേരത്തെ കണ്ട സ്വാമി പറഞ്ഞിരുന്നു, വന്യമൃഗങ്ങൾ ഉള്ളിടമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ജനവാസം വളരെ കുറവായ മേഖലയാണ് ഈ മല. ചെറിയ കാട്ടുവഴികളിലൂടെ നടന്ന് തുറസായ പാറ കൂടുതലുള്ള ഒരിടത്ത് ഞങ്ങളെത്തി. ഈ യാത്ര പണ്ടൊരിക്കൽ കുടജാദ്രിയിൽ പോയത് ഓർമ്മപ്പെടുത്തി. ദൂരെ കാണുന്ന ആ മലയാണ് ഞാൻ കീഴടക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങി. ഇതാണ് വീഴുമല അഥവാ വീണമല. ഈ വീണമല എങ്ങനെ വീഴുമലയായി എന്നുള്ളതിന് ചെറിയൊരു ഐതിഹ്യമുണ്ട്. രാമരാവണ യുദ്ധ സമയത്ത് ഹനുമാൻ മൃതസഞ്ജീവിനിക്കായി മരുത്വാമലയ്ക്ക് പുറപ്പെടുകയും മരുത്വാമലയിലെത്തിയ ഹനുമാന് മൃതസഞ്ജീവിനി ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ആ മരുത്വാമല അടിയെ തൂക്കി ആ യുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ മലയുടെ ചില ഭാഗങ്ങൾ അടർന്നു വീഴുകയുണ്ടായി. അതുപോലെ അടർന്നു വീണ ഒരു മലയാണ് ഈ പറയുന്ന വീണമല എന്നാണ് ഐതിഹ്യം. വീണമല എന്ന് പറഞ്ഞ് അത് വീഴുമലയായി മാറി. ഇതാണ് ഐതിഹ്യമെങ്കിലും ഇന്നിപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ പരിധിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നിന്നും ചിറ്റലഞ്ചേരിക്കും ആലത്തൂരിനും ഇടയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. എത്രത്തോളം ടൂറിസം വികസിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇടയ്ക്കൊക്കെ ചിലർ വന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുതലും ഇവിടെ വരുവാനും കണ്ടാസ്വദിക്കുവാനും സൗകര്യമെന്ന് ഗൂഗിൾ ചെയ്യപ്പോൾ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇനിയും അങ്ങോട്ട് ഒരുപാട് ഏറെ നടക്കാനുണ്ട്.
പിന്നെ അങ്ങോട്ട് ചെങ്കുത്തായ പാറയാണ്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കഠിനമാണ് ഈ കയറ്റം. എന്നാൽ മറ്റുള്ളവർ കയറുന്നത് കണ്ടപ്പോൾ സധൈര്യം ഞാനും കയറി തുടങ്ങി. ഈ കാണുന്നതാണ് നേരത്തെ നമ്മൾ സന്ദർശിച്ച ആശ്രമം. കുറച്ച് അഡ്വഞ്ചറാണ് കേട്ടോ ഈ കയറ്റം. കാരണം ഇരുന്നിരുന്നേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ ടൂറിസം വികസിക്കാത്തത് എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. താഴത്തേക്ക് നോക്കിയേ, നല്ല വ്യൂ അല്ലേ. ഇവിടെ വരാൻ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യില്ല. ചുറ്റും അപകടം പതിയിരിപ്പുണ്ട്. കാലൊന്ന് തെന്നിയാൽ പിന്നെ പിടുത്തം കിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് പേർ വന്നു പോകുന്നുണ്ട്. കാരണം ഈ മനോഹരമായ കാഴ്ച തന്നെ. സമനിരപ്പിൽ നിന്നും 400 അടി മുകളിലാണ് ഞാനിപ്പോൾ. ലക്ഷ്യം ആ കാണുന്ന ചാട്ടക്കല്ല് തന്നെ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് പ്രസിദ്ധമായ ചാട്ടക്കല്ല്. ഇവിടെ നിന്ന് നോക്കിയാൽ ആലത്തൂർ സിറ്റി ഫുള്ള് കാണാമെന്നാണ് പറയുന്നത്. ഈ വ്യൂ കഴിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിയപ്പോൾ നേരം ഒരുപാട് ഇരുട്ടി. ഇനി മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി.